എന്റെ പൊന്നങ്ങൂന്നേ, ഞങ്ങളോട് ക്ഷമിക്കേ, ഞങ്ങളോട് ക്ഷമിക്കൂ, ഒന്ന് ക്ഷമിക്കൂ. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരാണ്? നിങ്ങൾ വേതാളം, ഞങ്ങൾ പാതാളം. ഈ ഒരേ ഒരു പ്രാവശ്യം നിങ്ങളുടെ നല്ല മനസ്സ് വെച്ച് ഞങ്ങളോടൊന്ന് ക്ഷമിച്ചാല് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വന്ന് നിങ്ങളുടെ കപ്പം ഞങ്ങൾ കെട്ടിക്കോളാം. മരുതീര, നമ്മൾ കൊടുക്കേണ്ട കപ്പം. മറുതീരൻ ഉണ്ടെന്നുള്ള ഒരേ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ കാല് പിടിച്ച് അവൻ ഓരോ തവണ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തവണയെങ്കിലും നിങ്ങൾ കപ്പം കെട്ടാൻ താമസിച്ചാലുണ്ടല്ലോ, നിങ്ങളെല്ലാവരെയും നശിപ്പിച്ചു കളയും ഞാൻ. ചേട്ടന്റെ പേര്? പിടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വിട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ വിജയിക്കട്ടെ പറ. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വിട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വിട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി, ആളെ വിട്ടും കോടാലി. ഞങ്ങളുടെ ചേട്ടൻ പിടാലി. ആള് പോയോ? പോയി. എന്താ മറുതീരാ? എന്താ മോനെ, എല്ലാരും അതിശയിച്ചു നിൽക്കുകയാണല്ലോ. പതുങ്ങുന്നത് പായാൻ വേണ്ടിയാ. ഇന്ന് കാലി പിടിച്ചു, നാളെ കഴുത്തിന് പിടിക്കും. അതാണ് കാലത്തിന്റെ മാറ്റം. ഓർമ്മയിരിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹം പോലെ അങ്ങോന്നേ. ഒരു ചെറിയ സഹായം. നമ്മുടെ ഗ്രാമത്തിലേക്ക് ആര് വന്നാലും സാധാരണ നീയാണ് അവരെ കൂട്ടിക്കൊണ്ട് വരാറ്. നാളെ ഉത്രപൂജയാണ്. നല്ലൊരു ദിവസമല്ലേ? എൻ്റെ മകൾ പവിഴമല്ലി പഠിത്തം കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് നീ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് നാളെ കാലത്ത് തന്നെ ഒന്നാട്ടുമുക്കരയ്ക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ടു വരാമോ? ഇതും എന്റെ കടമയാണെന്ന് പറയാൻ വരുവോ അല്ലേടാ? അതല്ലടാ, പവിഴമല്ലിയുടെ നിറം കറുത്തതാണോ അതോ വെളുത്തതാണോ? വേറെ അതിനെത്രയാ വില? അല്ല, ഇതിനിടയ്ക്ക് പവിഴമല്ലി എങ്ങനെ കണ്ടുപിടിക്കും? ഇതെന്തു പറ്റി? എന്റെ താരകത്തിന് തറയിലും കാണുന്നില്ല, വെള്ളത്തിലും കാണുന്നില്ല. ഇനി ആകാശത്തോട്ടോ പോയോ? വന്നു. അപ്സരസോ അതോ ദേവതയോ? ആരാ പെണ്ണെ നീ? ഞാനാ ചേട്ടാ, നിങ്ങളുടെ മുറപ്പെണ്ണ് താരകയാണ്. നീ താരകമല്ല, താമര. അമ്മ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? നിന്റെ ചേട്ടന് മൂക്കിന് താഴെ ഒരു മീശ, മേലെ ഒരു മീശ ഉണ്ടെന്ന്. ഈ ലോകത്തില് ഒന്നിന് രണ്ട് മീശ വെക്കാനുള്ള ധൈര്യം എന്റെ ചേട്ടനല്ലാതെ വേറെ ആർക്കാ ഉള്ളത് ചേട്ടാ? നിന്നെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിൽ നീയാണ് പെണ്ണെ. ചാണത്തലയൻ തുടങ്ങി പരിപാടി. പോടാ എങ്ങോട്ടേലും. തങ്കമുത്തേ, ഇപ്പൊ വരാടാ. എവിടെയൊക്കെ ഞാൻ നോക്കിയെന്നറിയാമോ? മരുതീര, നിങ്ങൾ ഞങ്ങളിങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോ എന്ത് സന്തോഷമുണ്ടെന്ന് അറിയോ? ആർക്ക് വേണ്ടി ഇതൊക്കെ? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? മരുതീര, നിങ്ങളുടെ മീശയൊക്കെ അങ്ങ് വളർന്ന ആളാകെ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ. നിനക്കും മീശ മുളച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് മാറ്റമില്ലെന്നാണോ? കവിത എഴുതിയതുപോലെ ഉണ്ട്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കൊത്തിയെടുത്ത ശിലയാണ് നീ. അതിനേക്കാൾ നല്ല ചേല. ഇപ്പൊ ഇവിടെ ഒരു കൊല നടക്കും. എന്നാ വിട്ടേക്ക്. നാട്ടിലെന്താ വിശേഷം? എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും മറുതീരം വേതാളത്തിന്റെ കാലിൽ വീണ് കെഞ്ചി കരഞ്ഞ് നമ്മുടെ വൈരനെല്ലൂർ ഗ്രാമം രക്ഷിച്ചില്ലേ? കാലെ വീണ് കരഞ്ഞു രക്ഷിച്ചെന്നോ? അയ്യോ, അബദ്ധമായ. വൈരനെല്ലൂർ പെണ്ണാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. കോടങ്കി, അങ്ങനെയൊന്നും പറഞ്ഞ അങ്ങോട്ടും മനസ്സിലാവില്ല. എന്ത് മനസ്സിലായില്ലെന്ന്? നമ്മുടെ നാട്ടിൽ മീശയുള്ള ആണുങ്ങൾ ആരുമില്ലേ? എടാ മറുതീര, ഈ കുതിര വണ്ടി ഇടത്തോട്ട് വളച്ചോടിക്ക്. നമുക്ക് ഈ പണി വേണ്ട, പോയേക്കാം. ഓടിച്ചെന്ന് അവരുടെ കാലെ വീഴുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇങ്ങനെ ആലോചിക്കാതെ, രക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ ആലോചിക്കാം.
അത് കലക്കി. അടിച്ചാടിയിൽ നീ ഒരാടല്ല പുലിയാണെന്ന് മാർക്ക് മനസ്സിലായി. എന്റെ അമ്മോ, നിന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. എന്തൊരു അടി അടിച്ചത് ഇന്നലെ, പിന്നെ എന്തിനാ അയാളുടെ കാല വീണേ? പവിഴമല്ലിക്ക് വേണ്ടി ഒരു പട തന്നെ നേരിട്ട് വന്നാലും എല്ലാത്തിനും അടിച്ചു കൊന്നുകളയും ഞാൻ. പക്ഷെ ഒരു പാവപ്പെട്ട ഗ്രാമം നമ്മളെ ഓർത്തിരിക്കുമ്പോ കുറച്ച് നമ്മൾ ഒതുങ്ങുന്നല്ലേ നല്ലത്. ധീരതയുടെ മറുവശം സമാധാനമാണ്. ആ സമാധാനം കഴിവില്ലാത്തതെന്ന് കരുതിയാ ഞാൻ എന്താ ചെയ്യുന്നത്? അത് പിന്നെ വൈരനെല്ലൊരു പെണ്ണാണെന്നും പറഞ്ഞ് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീശ വെച്ച ആണുങ്ങൾ അവിടെയും ഉണ്ട്. വണ്ടി മറക്കാൻ തുടങ്ങി. താരകയെ നിന്നെ വിശ്വസിച്ചാ ഞങ്ങളോട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചറപറാന്ന് ചെയ്തോണം. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാ. സുഖമാണോ? സുഖായിരിക്കുന്നമ്മേ. അച്ഛാ, അമ്മേ, വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചു. മരുതീരനമ്മേ ഞങ്ങളെ രക്ഷിച്ചത്. വളരെ നന്ദിയുണ്ട് മറുതീര. അതെന്റെ കടമയാണ്. വാ വാ. എന്താ മോനെ, എന്താ? ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മോനെ? നിങ്ങൾ ഏർപ്പാട് ചെയ്ത വേതാളങ്ങൾ യഥാർത്ഥ വേതാളങ്ങളെക്കാളും തകർത്ത് കളഞ്ഞില്ലേ? എന്തൊരു അഭിനയം, എന്തൊരു തുടിപ്പ്, എന്തൊരു ബുദ്ധി, എന്തൊരു ശൈലിയാണ്. മറുതീര, നിന്റെ മെയ്വഴക്കം കണ്ട് കൊഴഞ്ഞു വീണ് പവിഴമല്ലിക്ക് നിന്നോട് ഇഷ്ടം തോന്നിക്കാണുമല്ലേ? എല്ലാം നടക്കുന്നു വിചാരിക്കുന്നു. നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വേതാളങ്ങൾ വീണ്ടും അയക്കാന്നേ. അല്ല, അടുത്ത പരിപാടി എന്താ? എന്താ? ഉത്തരപൂജ അനുഭവിക്കാന്ന് പറഞ്ഞ? അല്ല, അങ്ങയുടെ മകളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ഈ തണുപ്പത്ത് അവളെ എന്ത്? ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ലേ? കുട്ടിക്കാലത്ത് നീ കൊണ്ടുപോയിട്ടുള്ളതാ എന്ന് പറഞ്ഞ് ഇപ്പൊ കൊണ്ടുപോകാനോ? മല്ലി, വരുന്നോ? താഴ്വാരം വരെ പോയിട്ട് വരാം നമുക്ക്.
അകത്തേക്ക് പോ, പടി കിടക്കരുത്. ഓ മറുതീര, നീ പോവാൻ നോക്ക്. വെറുതെ സമയങ്ങളെ നോക്കണ്ട. എൻ്റെ മകള് ഞാൻ പറയാതെ ഈ പടി കടന്ന് നിന്റെ കൂടെ വരുമെന്ന് കരുതണ്ട. ഓ എന്താടി ഇത്? അച്ഛന്റെ വാക്ക് നീ അനുസരിക്കില്ല അല്ലേ? ഞാൻ എപ്പോഴും അച്ഛനെ അനുസരിക്കാതിരുന്നത്. അതുകൊണ്ടല്ലേ മുന്നിൽ കൂടെ വരാതെ പുറകിൽ കൂടെ വന്നത്. ഞാൻ പോയിട്ട് വരാവേ. ഏയ് പവിഴം, ഞാനാണ് പവിഴമല്ലിന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? നിന്റെ കണ്ണ് കണ്ടപ്പോ. ചെറുപ്പത്തിൽ എൻ്റെ ചേച്ചി മരിച്ചപ്പോ എനിക്ക് വേണ്ടി കരഞ്ഞ ആ കണ്ണല്ലേ ഇത്? നീ ഒരു കവിത തന്നെ. എന്നുവെച്ചാ? കവിത എങ്ങനെ ഇരിക്കണം അറിയാമോ നിനക്ക്? ഒന്ന് പറഞ്ഞേ. മലയാള പെൺമണികൾ ഉടുക്കും പോലെ മുണ്ടും നേരിയതും, മറാഠി പെൺമണികൾ ഉടുക്കാറുള്ള തിളക്കമാർന്ന ചേലയും, മിനുക്കമാർന്ന ചേല ചുറ്റുന്ന തമിഴ് പെൺകൊടികളെ പോലെയും കണ്ണും അഴകും മേനിയും കാതും എല്ലാം എനിക്കിഷ്ടം. പറഞ്ഞു വരുമ്പോ നീയും ഒരു അത്ഭുതകരമായ കവിതയാണ്. കവിത കൊണ്ട് ആളെ വീഴ്ത്തുവല്ലോ. എന്തൊക്കെ ചെയ്യാറുണ്ട്. ഈ കവിത എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? എന്റെ അച്ഛൻ മുറിച്ചെറുക്കനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ തിരക്ക് കൂട്ടുക. നീ അടുത്ത ദേശത്ത് പഠിക്കാൻ പോയപ്പോൾ തന്നെ നിന്നെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഇനി എനിക്ക് മറക്കാൻ കഴിയുമോ? എടാ മറുതീരാ, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യടാ. ആര് ചെയ്ത പുണ്യമോ എന്റെ താരകയുടെ കല്യാണം നിശ്ചയിച്ചടാ. എന്താ പെട്ടെന്ന് ഒരു കല്യാണ ചെറുക്കന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചു നാളും കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 60-ാം കല്യാണം വരണം. കളിയാക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കല്യാണം നീ മുന്നിൽ നിന്ന് വേണം നടത്തിത്തരാൻ. തകർത്ത് കളയാം നമുക്ക്. ആദ്യരാത്രിയുടെ കേസ്. അയ്യേ, അതെല്ലാം കൺമുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നാണക്കേടായി പോകും. അതൊന്നും ശരിയാവത്തില്ല. നീ ഒരു കൗമാരപ്രായക്കാരനാണല്ലോ. നിന്റെ വരുംകാല ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് തീർച്ചയായിട്ടും സ്വപ്നം കാണുമെന്ന് എനിക്കറിയാം. അതിലൊരു 3 കാര്യങ്ങൾ നീ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ അവളോട് പോയി പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ചെടുത്തേനെ. പറഞ്ഞു തരുവോ? എന്നാ വേറൊരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഈ ആദ്യ രാത്രിയില് ശാന്തി മുഹൂർത്തത്തിന് പാലും പഴമൊക്കെ വേണമല്ലേ? ചിരിക്കുന്ന എന്തിന്? പാലും പഴം ഉണ്ടാവണം. അത് ശരീരത്തിന് ബലം ഉണ്ടാവണം. മംഗളം ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ. അങ്ങനെ എന്റെ താരകത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. എന്റെ മഞ്ഞക്കിളി, ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. താമരേ ചേട്ടാ, ചേട്ടാ, എന്താ ഇങ്ങനെ ഈ രാത്രി തേടുന്നേ?
നിന്റെ അച്ഛന് പൂക്കച്ചവടം ഉണ്ടോ? എന്താ ചേട്ടാ അറിയാൻ മേലത്തെ പോലെ ചോദിക്കുന്നേ? കച്ചവടത്തിന് വെച്ചിരിക്കുന്ന പൂവെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ മുഴുവനും കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു മണിയറയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതോ പൂക്കടക്കകത്ത് കയറിയ പോലെ. അല്ലേട്ടാ, ഈ അന്വേഷണമൊക്കെ ഇപ്പൊ അത്യാവശ്യമാണോ? ഞാൻ ഈ മണിയറ അലങ്കരിച്ചത് എങ്ങനെയുണ്ട്? നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഏടത്തി ഏടത്തി എന്ന് വിളിക്കരുതെന്നാ. ഇനി ഏടത്തി എന്ന് വിളിച്ചാലുണ്ടല്ലോ കൊന്ന് കുടിച്ചും കൂടി കളയും. എനിക്ക് മൂന്നാമതൊരു കൊച്ചുണ്ടാകുന്നത് വരെ എന്റെ മുഖത്ത് നോക്കിപ്പോയി. അപ്പൊ നാലാമത്തെ ശേഷം പ്രശ്നമില്ലല്ലേ? ഇറങ്ങി പോടാ അങ്ങോട്ട്. മരുമകനെ എന്തുണ്ടായി? എന്തുണ്ടായെന്നാ? എവനകത്ത് വന്നേ ഒരു കൊച്ചു പെണ്ണ് മണിയറയിൽ ഇരിക്കുമ്പോ അവൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ ഞാൻ ആരോട് പോയി സമാധാനം പറയും? എടുത്തി വരട്ടെ എടുത്തി. അമ്മാവാ മരുമകനെ, അമ്മാവൻ അമ്മായിയെ കൊണ്ട് അങ്ങോട്ട് വെക്കൂ. ഞാൻ നിങ്ങളുടെ മകൾ താരക സുന്ദരിയെ കൊണ്ട്. അയ്യോ, പൂച്ച കുറുകെ കടന്നു. എന്താ കുറുക്കെ? ഒരു പൂച്ചയല്ലേ പോയത്? ആരെ കണ്ടിട്ട് വിളിക്കുന്ന പോലെ? അതല്ല മരുമോനെ, ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് പൂച്ച കുറുകെ കടന്നു പോയാൽ വലിയൊരു അപശകുനമാണ്. ഇതങ്ങനെ വിടാൻ പാടില്ല. താരകെ വരൂ. അയ്യോ, പൂച്ച കുറുകെ ചാടിയപ്പോൾ എന്റെ ശാന്തി മുഹൂർത്തം കുളവായല്ലോ. ദൈവമേ, പൂച്ച കുറുകെ ചാടിയ സമയത്ത് ശുക്രൻ നാലാമതിരിക്കേണ്ട ചൊവ്വ 7ാമതിരിക്കുന്നതും കൊണ്ട് എങ്ങനെ നോക്കിയാലും 3 ദിവസത്തേക്ക് ശാന്തി മുഹൂർത്തം പാടില്ല. 3 ദിവസോ? അച്ഛാ, അമ്മ, അച്ഛാ. ജോത്സ്യരെ, വേറെ വഴിയുണ്ടെന്ന് നോക്കിയാലും എന്റെ മരുമകനെ വലിയ ധൃതിയാണ്. ധൃതി കാണിക്കുന്ന പിന്നെ എന്ത് ചെയ്യും അച്ഛാ? എടോ, ഇപ്പൊ തന്നെ താനിങ്ങനെ വെപ്രാളപ്പെട്ടാൽ എങ്ങനെയാ? അപ്പൊ അവിടെ പോയി ഞാൻ പൊളിച്ചെടുക്കൂലേ? അല്ല, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടല്ലോ. ഇതിന് നിങ്ങളൊരു പരിഹാരം പറയുകയാണെങ്കിൽ ചടക്കെന്ന് പറഞ്ഞ് കേടായ വണ്ടിയായാലും ഓടിച്ചേനെ. പരിഹാരമല്ലേ? അതില്ല. മരുമകനെ, ശാന്തി മുഹൂർത്തം 3 ദിവസം കഴിഞ്ഞാവട്ടെ. ഒറ്റയടിക്ക് കിണറ്റിലെ വെള്ളം ആരും കൊണ്ടുപോവില്ല. ദാഹം തോന്നിയാൽ കിണറ്റിലിറങ്ങി ഒരു കുടം വെള്ളം കുടിക്കുന്നതിൽ തെറ്റുണ്ടോ താരക? എന്ത് ഒരു കുടോ? എത്ര ദാഹിച്ചാലും ഒരു കിണ്ടി പോലും എടുക്കാൻ പാടില്ല. അയ്യോ, ഇങ്ങനെ കൊണ്ട്. ഇതെന്താ കയ്യിലെല്ലാം തഴമ്പ്? അതോ പോരിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. വേതാളങ്ങളെ ഓടിക്കാൻ വേണ്ടിയാണോ? അതെല്ലോ, ഞാൻ മാത്രമല്ല, എന്റെ 3 മക്കളെയും കൂടെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എന്തു പറ്റി? അതല്ല, നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെന്നോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. നീ ഒന്ന് സഹകരിച്ചാൽ വേണമെങ്കിൽ. എന്താ പറഞ്ഞ? ഇനി ഒരു കുട്ടി നമുക്ക് സത്യമായിട്ടും ജനിക്കും. ഇങ്ങനെയും നിങ്ങൾ പ്രണയാഭ്യർത്ഥിക്കുമല്ലേ? അല്ല, ഈ ചിരി ഞാൻ സമ്മതമായിട്ട് എടുത്തോട്ടെ അതോ എന്താ? ഞാൻ നിന്നെ വഞ്ചിക്കുമെന്നുള്ള പേടിയുണ്ടോ നിനക്ക്? ഒരുപക്ഷെ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും എനിക്ക് വഞ്ചിക്കാനാവില്ല.